നമുക്ക് കാടമുട്ട കൊണ്ട് ബജി ഉണ്ടാക്കാം. കാടമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാൻ. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. മുട്ട വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിടാം. പച്ചവെള്ളം ഒഴിച്ചിട്ടാലേ മുട്ട പെട്ടെന്ന് തണുക്കുള്ളൂ, പൊളിച്ചെടുക്കാൻ. ഇനി നമുക്കിതിനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തവിയാണ് എടുത്തിരിക്കുന്ന കടലമാവ്. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തോട്ട് ഇച്ചിരി മീറ്റ് മസാലകൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടാം. ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുട്ട പുഴുങ്ങി പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വരഞ്ഞ് മാവിനകത്തോട്ടിടാം. ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്, മുട്ട ഇട്ട് കൊടുക്കാം. ഒരു വശം നല്ലപോലെ മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് കോഴിമുട്ട വെച്ച് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. ഞാനൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയ്ക്കകത്തേക്ക് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പതപ്പിച്ചെടുക്കാം. എന്തേരെ ഇളക്കുന്നു അത്രയും നല്ലതാണ്.
പാനിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് മുറിച്ചെടുത്ത് വെക്കാം. നമുക്ക് എന്തേലും ആവശ്യം നമ്മുടെ ഇഷ്ടത്തിനാണ് മുറിക്കുന്നത്. എത്ര മുഴുപ്പ് വേണോ അത്രയും. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിക്കാറ്. ഇനി നമുക്ക് ഒരു തവി മൈദാമാവ്, ഒരു തവി കടലമാവ്, ഉപ്പ്, ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടു. അതോടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനകത്തേക്ക് മുക്കി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇടുന്നത്. മീഡിയം തീയിലിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. കാരണം ഈ പുറത്തെ മാവ് മാത്രം വെന്താൽ മതി. മുട്ട നല്ലപോലെ വെന്തിരിക്കുന്നതാണ്. നമുക്കിനി ഒന്ന് പെട്ടെന്ന് വേവും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മറിച്ചിടാം. മുട്ട ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ ഇതിനും മുട്ട ബജി എന്നൊക്കെ പറയാം. പക്ഷേ ഇത് 4 മണിക്കാപ്പിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. മുട്ട ബജി പോലെ തന്നെ. ബാക്കി ഇതുപോലെ തന്നെ നമുക്കങ്ങ് വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ഇച്ചിരി മുളക് സംബന്ധിയും കൂടെ ഉണ്ടാക്കാം. 1 സ്പൂൺ മുളക് പൊടി, അതിന് ചേരുന്ന ഉപ്പ്, ഇച്ചിരി വിനാഗിരി, ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചാരിച്ച് എണ്ണ ഒഴിക്കാം. അര ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കാടമുട്ട ബജിയും കോഴിമുട്ട ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.